ബിഗ് ബോസിലെ വൈൽഡ് കാർഡുകളായിട്ട് കയറി വന്ന മത്സരാർത്ഥികൾക്ക് ഒരു പണി കൊടുത്തിരിക്കുകയാണ്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ചെയ്യേണ്ടത് വൈൽഡ് കാർഡുകളാണ്. അപ്പോൾ ഈ വൈൽഡ് കാർഡുകൾ ചെയ്യേണ്ട മോർണിംഗ് ആക്ടിവിറ്റിയിൽ അവർ ഫെയിലായി കഴിഞ്ഞാൽ ഒരാൾ പുറത്തിരിക്കേണ്ടി വരും. അതായത് പണിപ്പുരയിൽ ഇനി അവർ പ്രവേശിക്കുന്ന സമയത്ത് 5 പേരിൽ 4 പേർക്ക് മാത്രമേ പണിപ്പുരയിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഒരാൾ പുറത്തിരിക്കേണ്ടി വരും. അപ്പോൾ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ഇതാണ്. ബിഗ് ബോസ് ഒരു 5 ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ 5 ടോപ്പിക്കുകൾ മറ്റ് മത്സരാർത്ഥികൾക്ക് ആദ്യം കേൾക്കാൻ കഴിയില്ല, വൈൽഡ് കാർഡുകൾക്ക് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ആ പർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് വീട്ടുകാരെ, വൈൽഡ് കാർഡുകളല്ലാത്ത മത്സരാർത്ഥികളെ അവർ റാങ്ക് ചെയ്യണം. 1 മുതൽ അവിടെ എത്ര മത്സരാർത്ഥി ഉണ്ടോ ആ മത്സരാർത്ഥി വരെ അവർ റാങ്ക് ചെയ്യണം. ടോപ്പിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ചെയ്യേണ്ടത്. അങ്ങനെ റാങ്ക് ചെയ്യുന്ന വിഷയം മറ്റ് മത്സരാർത്ഥികൾ കറക്റ്റായിട്ട് ഗസ് ചെയ്താൽ വൈൽഡ് കാർഡുകൾ ഈ വിഷയത്തിൽ തോറ്റു. അപ്പോൾ മത്സരാർത്ഥികൾ ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് 3 ഓപ്ഷൻ കൊടുക്കും. ഇപ്പോൾ ആദ്യം അവർ സെലക്ട് ചെയ്ത് ബുദ്ധിശാലിയാണ്. അപ്പോൾ ബിഗ് ബോസ് 3 ഓപ്ഷൻ കൊടുക്കും. ചിലപ്പോൾ മണ്ടൻ, ബുദ്ധിശാലി, കരച്ചിൽ, ഇങ്ങനെ 3 ഓപ്ഷൻ കൊടുക്കുമായിരിക്കും. അപ്പോൾ അവർ ബുദ്ധിശാലി കറക്റ്റായിട്ട് ഗസ് ചെയ്ത് പറഞ്ഞാൽ മത്സരാർത്ഥികൾ ഇതിൽ വിജയിച്ചു. അതല്ല വേറെ ഏതെങ്കിലും ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ വൈൽഡ് കാർഡുകൾ വിജയിച്ചു. ഇങ്ങനെ 5 തവണ 5 ടോപ്പിക്കിനെ പറ്റി റാങ്ക് ചെയ്യുമെന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീട്ടുകാർ ഗസ് ചെയ്യുമോ അതെയോ വൈൽഡ് കാർഡുകൾ കറക്റ്റായിട്ട് പറയുമോ എന്നൊക്കെല്ലാം നമുക്ക് നോക്കാം. നിലവിൽ അവർ കൺഫെഷൻ റൂമിലിരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റാങ്കിങ്. എന്തായാലും നമുക്ക് നോക്കാം ആരാണ് പണിപ്പുരയിൽ ഇനി അവർക്ക് കയറാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.